ആദ്യത്തെ ടിപ്പ് കാണാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു കംഫർട്ടർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബെഡ്ഷീറ്റെല്ലാം മടക്കിയിട്ട് ചെറുതായിട്ട് എങ്ങനെയാണ് മടക്കിയെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കബോർഡിലെല്ലാം ഒന്ന് സ്ഥലം കിട്ടാൻ വേണ്ടിക്ക് എങ്ങനെയാണ് ഒതുക്കി വെക്കാമെന്ന് കാണാം. ഞാനിതാ ഈ ഒരു കംഫർട്ടർ ഒന്ന് നിവർത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ടിതാ മുകളിൽ നിന്ന് താഴേക്കായിട്ട് ഒന്ന് മടക്കി കൊടുക്കലാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് താഴെ ഭാഗത്തുനിന്ന് മുകളിലേക്കായിട്ട് ഒന്നുകൂടി മടക്കിയെടുക്കലാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ടിതാ ഒരു സൈഡിൽ നിന്ന് ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡിൽ നിന്നൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ റോൾ ചെയ്തെടുക്കുന്ന ഭാഗ്യയിലെ നമ്മൾ ആദ്യം മടക്കിയതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിലേ നമ്മൾ കബോർഡിൽ വെക്കുന്നുണ്ടെങ്കിലോ ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലോ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാനും കബോർഡിൽ ഒതുക്കിയിട്ടെല്ലാം വെക്കാൻ കഴിയും കേട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടത്, എൻ്റെ എല്ലാ വ്ളോഗിലും നിങ്ങൾ ചോദിക്കലുണ്ട് ബെഡ്ഷീറ്റ് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന്. ഞാൻ കണ്ണൂരുള്ള നിക്ഷാൻ ഇലക്ട്രോണിക്സിലെ അവരുടെ തന്നെ ബ്രാൻഡായ എവിംബ്രയിന്നാണ് കേട്ടോ വാങ്ങൽ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുക്കാം, ചെക്ക് ചെയ്തോ. ഇനിയിപ്പം അടുത്ത ടിപ്പ് പറയാം. നമ്മളധികം ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ വിചാരിക്കലില്ലേ എങ്ങനെയാണ് പെട്ടെന്ന് സ്നാക്കെല്ലാം റെഡിയാക്കുക, പിടിച്ചോനെ അരമണിക്കൂറല്ലേ ഉള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ടെല്ലാം എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് ചിന്തിക്കലില്ലേ. അപ്പം അതിനുള്ളൊരു ടിപ്പാണ് നമ്മളിങ്ങനെ സ്നാക്സ് എല്ലാം നേരത്തെ റെഡിയാക്കിയിട്ട് സമയം കിട്ടുമ്പം ഇങ്ങനെ സ്നാക്കെല്ലാം റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലേ പെട്ടെന്ന് ഗസ്റ്റ് എല്ലാം വന്നാലോ ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് എല്ലാം റെഡിയാക്കി കൊടുക്കുമ്പം നമുക്ക് മടി പിടിച്ച ദിവസമെല്ലാം ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈസി ആക്കാൻ പറ്റും കേട്ടോ എല്ലാം. ഞാനിപ്പോൾ ഇതാ കട്ട്ലറ്റും ഇറച്ചിയടാന്ന് പറയും നമ്മളെ നാട്ടിൽ കണ്ണൂർ, അത് റെഡിയാക്കിയിട്ടുണ്ട്. ഉന്നക്കായ്, നമ്മൾ ഉന്നക്കായ് എന്നല്ല നമ്മൾ കായടാന്നാണ് കേട്ടോ പറയൽ. അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒരു 5 മിനിറ്റോ ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റ് ഒന്ന് തണുക്കാൻ തണിയാൻ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഇതുപോലുള്ള സ്നാക്സ് റെസിപ്പീസിലും ഒരുപാട് ഞാൻ കഴിഞ്ഞ നോമ്പിൻ്റെ ടൈമിലും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ സിബ്ലോ കവറിലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈസി ആയിരിക്കും കേട്ടോ. ഇതുപോലെ പെട്ടെന്ന് എടുത്തിട്ട് പൊരിച്ചു കൊടുത്താൽ മതി. പിന്നെന്താ, കുട്ടികൾ സ്കൂളിലെല്ലാം പോകുന്ന ടൈമും നമുക്ക് മടിയെല്ലാം പിടിച്ച ദിവസമാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഫ്രൈ ആക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ 1 മാസത്തോളം, 1 മാസമല്ല 2 ആഴ്ചത്തോളം ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ, ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ. ഞാൻ കഴിഞ്ഞ നോമ്പിൻ്റെ ടൈമും അതിന് മുമ്പില്ല നോമ്പിൻ്റെ ടൈമെല്ലാം വീഡിയോ ഇതിൻ്റെ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുണ്ടില്ലേ കട്ട്ലറ്റും അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ, അടിപൊളിയാണ്. ഇനിയിപ്പം നമ്മൾ ഷൂസ് എല്ലാം ഉണ്ടാവില്ലേ, ഷൂസ് ഡെയിലി നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിടുന്ന ചെപ്പലും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, ചെരുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം നല്ലോണം കറ പിടിച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ മെഷീൻ ഉണ്ടാവില്ല, വാഷ് മെഷീനിൽ ഇട്ടിട്ട് നമുക്ക് അലക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഷൂസിൻ്റെ എല്ലാം മെറ്റീരിയൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ അലക്കിയെടുക്കാൻ പറ്റുന്ന ഷൂസ് ആണെങ്കിൽ അലക്കിയെടുക്കുക കേട്ടോ. ഞാനിങ്ങനെ കുട്ടികളുടെ ടോയ്സ് എല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഇതുപോലെ അലക്കിയെടുക്കലുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ ഷൂസ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കലാണ്. പിന്നെ അധികം ഷൂസൊന്നും ഇല്ല, ഒരു ഷൂസെല്ലാം മാത്രം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ മാറ്റെല്ലാം ഉണ്ടാവില്ലേ, മാറ്റെല്ലാം അലക്കാനിടൂലേ, അങ്ങനെ അതിൻ്റെ കൂടെ അലക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഡെക്റ്റോളും കാര്യങ്ങളെല്ലാം ഒഴിച്ചാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഷൂസ് അലക്കാൻ ഇങ്ങനെ പേടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് ക്ലോറക്സും സർഫും കൂടി മിക്സ് ആക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെയും അലക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം 2 വർഷമായി ഇങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ. വീട്ടിൻ്റെ ഉള്ളിലിടുന്ന ചെരുപ്പ് എൻ്റെ എന്താ പറയുക ഡെയിലി വ്ളോഗ്സ് കാണുന്നവർക്ക് അറിയുണ്ടാവും. ഇതിൽ ഒരുപാട് വർഷമായില്ലേ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അലക്കിയെടുക്കുക, എന്നിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കും. നല്ല ഫ്രഷ് ആയിട്ടില്ലേ, പുതിയതുപോലെ തന്നെ ഉണ്ടാവും. ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്ക്, അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത ടിപ്പ് പറയാം. എന്നോട് കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫിലാണ് കഴിഞ്ഞ ഞാൻ 25 ടിപ്പ് പറഞ്ഞിട്ടില്ലേ, അതിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇനി ചപ്പാത്തി മാവ് കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ മുകൾ ഭാഗം എന്താ പറയുക കറുപ്പടിക്കുന്ന അത് ഇല്ലാതിരിക്കാൻ എന്താ വഴിയെന്ന്. അതില്ലാതിരിക്കാൻ എന്താ പറയുക, നമുക്കിങ്ങനെ ക്ലീൻ റാപ്പ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് ഇതുപോലെ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാലേ നമുക്ക് എത്ര ദിവസം കഴിഞ്ഞാലും അതിന് മുകളിലായിട്ട് കറുപ്പ് വരില്ല കേട്ടോ. ചെയ്തോക്കാത്തവർ ചെയ്തോക്ക്. ഇനിയിപ്പം അടുത്ത അടിപൊളി ടിപ്പ് പറയാം. നമുക്ക്
ഡെയിലി ഒരുപാട് എന്താ പറയുക വൈറ്റമിൻസും ന്യൂട്രിയൻസും എല്ലാം വേണ്ട ശരീരത്തിന്. അതിനായിട്ട് നമ്മളിങ്ങനെ ഇത്തപ്പഴം ഇങ്ങനത്തെ നട്ട്സും കാര്യങ്ങളെല്ലാം ഡെയിലി കൃത്യമായിട്ട് ഒരളവ് കഴിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യത്തിന് അത് ഭയങ്കര ദോഷമൊന്നും, ബാക്ക് പെയിന്, ബോഡി പെയിനും കാര്യങ്ങളെല്ലാം നമുക്കുണ്ടാവും. അപ്പം അതിങ്ങനെ ഡെയിലി നമുക്ക് കഴിക്കാൻ കഴിയില്ല, മടിയായിരിക്കും. ചില ആൾക്കാർക്ക് ഇത്തപ്പായാലും തിന്നുമ്പം പല്ലുവേദനയെല്ലാം ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരു അടിപൊളി ടിപ്പ് പറയാം. അത്തി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതെൻ്റെ ഡെയിൻ മൈ ലൈഫിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിനി. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അത്തീൻ ജൂനിയർ എന്ന് പറഞ്ഞതാണ്. ഇത് 1.5 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഫുഡാണ് കേട്ടോ. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും ഇതൊരു സ്പൂണ് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ എല്ലാ ഐറ്റംസും എന്താ പറയുക ശരീരത്തിന് ആവശ്യമായ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇത് പാലിൽ നമുക്ക് ഷേക്കായിട്ടും അടിച്ചു കൊടുക്കാനെല്ലാം പറ്റും കേട്ടോ, ഇങ്ങനെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ. പിന്നെ അത്തീൻ പ്രൊഡക്റ്റ് ഞാൻ കഴിഞ്ഞ ഡെയിൻ മൈ ലൈഫിൽ കാണിച്ചിട്ടില്ലേ, അതിലൊരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്, അവർ യൂസ് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. 3 വർഷത്തോളമായി സ്ത്രീകളുടെ പീരീഡ്സ് പെയിൻ ഉണ്ടാവില്ലേ, അതിനെല്ലാം നല്ല മാറ്റമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഇറഗുലർ പീരീഡ്സ് ഉണ്ടാവില്ലേ, അത് റെഗുലർ ആണെന്ന് പറയുന്നുണ്ട്. PCODക്ക് വേരിയേഷൻസ്, PCOD മൊത്തത്തിൽ മാറുന്നതെന്നല്ല, എന്നാലും ചെറിയ മാറ്റങ്ങൾ വരുന്നതെന്നും അറിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ബാക്ക് പെയിന്, ബോഡി പെയിന്, നമ്മൾ സ്ത്രീകൾക്ക് വെറും ശരീരവേദനയല്ലേ, അതിന് ഏറ്റവും ഉത്തമമായ എന്താ പറയുക ഫുഡാണ് കേട്ടോ, ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. പിന്നെ ബ്ലഡിലുണ്ടാകുന്ന അലർജീസ്, സ്കിന്നിലുണ്ടാകുന്ന അലർജീസ് എല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം മാറുന്നുണ്ട് കേട്ടോ. പിന്നെ 7 മാസം മുതലുള്ള കുട്ടികൾക്കും വരുന്നുണ്ട് കേട്ടോ. ബേബി ഫുഡ് എന്നുള്ള രീതിയിൽ പാലിൽ കുറുക്ക് പരുവത്തിൽ നമുക്ക് കലക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിലിവർ ഷുഗറോ ഓയിലോ പ്രിസർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ക്വാളിറ്റി ആയിട്ടുള്ള എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാനും പറ്റും. ഇതിപ്പം ആഫ്റ്റർ ഡെലിവറിക്ക് ഫസ്റ്റ് ഡേ തൊട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഡെലിവറി കഴിഞ്ഞ ശേഷമുള്ള ക്ഷീണം മാറാനും പാല് വർദ്ധിക്കാനും പിന്നെന്താ നമ്മുടെ ശരീരത്തിന് ഒരുപാട് അയൺ, വിറ്റാമിൻസ്, മിനറൽസ്, പിന്നെന്താ ന്യൂട്രിയൻസ് എല്ലാം ആവശ്യമുള്ള ടൈമല്ലേ, അത് കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിന് എത്തിച്ചു കൊടുക്കാൻ ഈ ഒരു ഫുഡിന് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാര്യം വീഡിയോ കൂടുതൽ ലെങ്തി ആയിപ്പോവും. ഒരുപാട് പേർക്ക് നല്ല യൂസ് ആയിട്ടുള്ള നമ്മുടെ ടീനേജ് പ്രായമുള്ള കുട്ടികൾക്കെല്ലാം നല്ലതാണ് കേട്ടോ. സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറാനും എല്ലിന്, പല്ലിന് എല്ലാത്തിനും ശക്തി വരാനും എല്ലാം നല്ലതാണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാം, വേണമെന്നുള്ളവർ ചെക്ക് ചെയ്തു കേട്ടോ. ഇനിയിപ്പം അടുത്ത ടിപ്പ് അറിയാം. ഞാനിതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി, നമ്മൾ സ്പൈസസിൽ ഇട്ട് വെക്കുമ്പില്ലേ ഇങ്ങനൊരു എന്താ പറയുക ബോക്സിലിട്ട് വെക്കുകയാണെങ്കിൽ, ഒരുമിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിരിക്കും കേട്ടോ. പണികൾ എടുക്കുന്ന ടൈമിൽ ഓരോരോ ബോട്ടിൽ എടുക്കേണ്ട ആവശ്യമില്ല. ജീരകത്തിന് വേറെ, മഞ്ഞൾപ്പൊടി വേറെ, അങ്ങനെ എടുത്തിട്ട് കൗണ്ടർ ടോപ്പ് നിരത്തി വെക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കുമ്പം സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ സമയം ലാഭിക്കാനും പറ്റും. പിന്നെന്താ നല്ല ഈസി ആയിരിക്കും കേട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാം. ഇനിയിപ്പം എല്ലാവർക്കും അറിയുന്ന ടിപ്പ് തന്നെയാണ്, എന്നാലും ഈച്ച എന്താ പറയുക പ്രാണികളെല്ലാം ശല്യം ഉണ്ടാവില്ലേ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മധുരമുള്ള ഐറ്റംസ്, ഇങ്ങനെ ബ്രെഡ് പൊടിച്ചത് എല്ലാം ഉണ്ടാക്കുന്ന ടൈം പെട്ടെന്ന് അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളും കഴുകിയെടുക്കുകയാണെങ്കിലേ നമ്മുടെ പണിയും ലാഭമായിരിക്കും. പിന്നെന്താ ഇങ്ങനെ ഈച്ച പ്രാണി ശല്യമൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ കുക്ക് ചെയ്യുന്ന ടൈമിൽ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് അറിയാം. ഇതിപ്പം ഞാൻ ബ്രെഡ് പോക്കറ്റ് റെഡിയാക്കി എടുക്കുവാണ്. ബ്രെഡ് പോക്കറ്റ് ആയാലും പിന്നെ കട്ട്ലറ്റ് ആയാലും നമ്മൾ മുട്ടയിൽ മാത്രം ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിനാലില്ലേ എണ്ണ കുടിക്കാൻ നല്ല ചാൻസ് അധികം തോന്നും. പക്ഷേ ഇല്ലേ നമ്മൾ കുറച്ച് മൈദ, കുറച്ച് പാൽ, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം, മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുകയാണെങ്കിലേ ഒട്ടും എണ്ണ കുടിക്കാണ്ട് നമുക്ക് ഇതുപോലെ ബ്രെഡ് പോക്കറ്റും കട്ട്ലറ്റെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിന് ബ്രെഡ് പോക്കറ്റിൻ്റെ എല്ലാം. അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഇതാണ്ടില്ലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ചെയ്ത പാർട്ടി വ്ളോഗ് കാണാത്തവരാണെങ്കിൽ കണ്ടോക്ക്, പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അടുത്ത ടിപ്പ് പറയാം.
പിന്നെ ഫ്രൂട്ട്സ് എല്ലാം നല്ല പഴുത്ത പപ്പായെല്ലാം കിട്ടുമ്പം 2-3 ഒരുമിച്ചുണ്ടാകുമ്പം നമ്മൾ അധികം മോശമായിട്ട് കളയലില്ലേ, അങ്ങനെ കളയാതിരിക്കാൻ വേണ്ടിക്ക് ഒന്ന് പഴുപ്പ് വന്നാൽ തന്നെ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ബോക്സിലാക്കി വെക്കുകയാണെങ്കിലേ കുറേ നാളത്തേക്ക് നമുക്ക് കേടുകൂടാണ്ട് തന്നെ ഇത് സൂക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഫ്രീസറിലും വെക്കാം, ഫ്രിഡ്ജിലും വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് എടുത്തിട്ട് കഴിക്കാൻ പറ്റും, ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഷേക്കിലാക്കാനേ കൊള്ളും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അതുപോലെ തന്നെയാണ് സ്ട്രോബെറി എല്ലാം സീസൺ ടൈമിൽ ചെറിയ റേറ്റിനെല്ലാം നമുക്ക് കിട്ടൂലേ, അപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് നമുക്ക് പല ടൈപ്പിൽ നമുക്ക് സൂക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു ബോക്സിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് സ്ട്രോബെറി ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കലാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ലെയറാക്കിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സ്ട്രോബെറീസ് ഒരുപാട് നാൾ കേടുകൂടാണ്ട് ഇരിക്കും കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് സീസൺ ടൈമിൽ ഒരുപാട് മാംഗോസ് കിട്ടും, സീസണായ ഫ്രൂട്ട്സ് എല്ലാം ഒരുപാട് ഉണ്ടാവില്ലേ, അതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടും കൂടി ഞാൻ ഇതുപോലെ കട്ടാക്കിയിട്ട് ബോക്സിലാക്കി വെക്കലാണ്. ഇങ്ങനെ ചെയ്യുവാണെങ്കിലേ നമുക്ക് ഒരുപാട് വേസ്റ്റ് ഒരുമിച്ച് കളയാനും പറ്റും, കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ മോശമാവില്ല. നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം പെട്ടെന്ന് കുട്ടികൾക്ക് എടുത്തു കൊടുക്കാനോ ജ്യൂസ് അടിക്കാനോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷേക്കിലാക്കാനെല്ലാം ഈസി ആയിരിക്കും കേട്ടോ. ഇതും ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ കാണിച്ചതാണ്. പിന്നെന്താ, എൻ്റെ പഴയ വീഡിയോസൊന്നും കാണാത്തവരാണെങ്കിൽ നിങ്ങൾ കണ്ടോക്കാം കേട്ടോ. ഇതാ 2 കളറിലെ ഡ്രാഗൺ ഫ്രൂട്ട്സും ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രീസറിൽ വെക്കുന്നെങ്കിൽ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം. അപ്പോൾ ഇതാ അനാറും കൂടി ഇങ്ങനെ ചെയ്തെടുക്കലാണ് കേട്ടോ. അനാറ് ഇതുപോലെ എന്താ പറയുക തൊലിയെല്ലാം കളഞ്ഞിട്ട് ബോക്സിലാക്കി വെക്കുകയാണെങ്കിലും നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഫലൂദ ജ്യൂസ് എല്ലാം ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഈസി ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളയണമെന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതും ഞാൻ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ജ്യൂസെല്ലാം അടിക്കാൻ പറ്റും അനാറെല്ലാം ആകുമ്പം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോബെറി എല്ലാം നമുക്ക് സീസൺ ടൈം ആകുമ്പം കുറേ ചെറിയ റേറ്റിന് കിട്ടും. അപ്പോൾ നമ്മളത് വാങ്ങണ്ട, കെട്ടുപോകും, മോശമായി പോകുന്നെല്ലാം വിചാരിക്കൂലേ, നമ്മൾ കെട്ടുപോകുന്നതാണ് കേട്ടോ പറയൽ, കേട് വരുന്നതിന് നമ്മൾ കണ്ണൂർ ഭാഷയിൽ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങലില്ല. 39 രൂപക്കെല്ലാം ചെറിയ റേറ്റിനെല്ലാം കിട്ടുമ്പോൾ. അപ്പം അങ്ങനെ വാങ്ങാതിരിക്കണ്ട. ഇങ്ങനെ നമ്മൾ വാങ്ങിയിട്ട് നല്ലോണം കഴുകിയെടുക്കുക, എന്നിട്ട് ഇത് ഫ്രീസറിലും നമുക്ക് സൂക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സ്ട്രോബെറി സ്മൂത്തിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക. സിബ്ലോ കവറിലോ ഏതെങ്കിലും ബോക്സിലോ എല്ലാം ആക്കിയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ജ്യൂസ് റെഡിയാക്കുന്നുണ്ടെങ്കിലെല്ലാം എളുപ്പത്തിൽ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ സിബ്ലോ കവറിലാക്കി വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ സിബ്ലോ കവറിലും ബോക്സിലും എല്ലാം ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ എല്ലാ ഫ്രൂട്ട്സും നമുക്ക് മാങ്ങൻ്റെ സീസണെല്ലാം വന്നു കഴിഞ്ഞാൽ തൊലി കളഞ്ഞിട്ട് മാങ്ങയും ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്, സ്ട്രോബെറീസ് ഐസായിട്ടുണ്ട്. ഞാനിപ്പം പാലും കൂട്ടിയിട്ട് ഒന്ന് ഷേക്കാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാങ്ങ അവക്കാഡോ എല്ലാം ഉണ്ടാവില്ലേ, ഷമാമ് എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും, ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റിയാണ്. ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളില്ലേ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അയ്യോ കടല കുതിർത്തിട്ടില്ല, പയർ കുതിർത്തിട്ടില്ല എന്നെല്ലാം വിചാരിക്കൂലേ വെള്ളത്തിൽ. അപ്പം അതിനുള്ള ഒരു ടിപ്പാണ്. നമ്മൾ കുറച്ചധികം കടല ഇതുപോലെ കുതിർത്തെടുക്കുക വെള്ളത്തിൽ 2 മണിക്കൂർ. എന്നിട്ട് അതിലെ വെള്ളം മൊത്തത്തിൽ കളഞ്ഞിട്ട് ഇതുപോലെ സിബ്ലോ കവറിലോ ബോക്സിലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യുന്ന ടൈമിൽ, കടലക്കറിയെല്ലാം ഉണ്ടാക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് നാൾ വെക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കുക, ഒരു 2-3 ദിവസത്തേക്കാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് നല്ല യൂസാണ്. ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക. ഇത് ഞാൻ 2 വർഷം മുമ്പേ എങ്ങാനും ചെയ്ത വീഡിയോ ആണ്. കാണാത്തവരാണെങ്കിൽ അതും കണ്ടു നോക്കാം കേട്ടോ. ഇത് ഇതുപോലെ സിബ്ലോ കവറിലോ ബോക്സിലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം സിമ്പിളായിരിക്കും കേട്ടോ. ഇനിയിപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നത് കാണിക്കാം. ഇതും ഞാൻ 1 വർഷമോ 2 വർഷം മുന്നോ എങ്ങാനും ചെയ്തൊരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ, കട്ട് ചെയ്തെടുത്തതാണ്. കാര്യം ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് നമ്മളെ ചാനലിൽ, അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും മൊത്തത്തിൽ തൊലി കളഞ്ഞെടുക്കലാണ് കേട്ടോ.
എന്നിട്ട് ഇതാ മൊത്തത്തിൽ തൊലി കളഞ്ഞിട്ടുണ്ട്. സിബ്ലോ കവറിലാക്കിയിട്ട് നമുക്കിതുപോലെ വെളുത്തുള്ളി സൂക്ഷിക്കാൻ പറ്റും. കുറേ നാൾ കേടുകൂടാണ്ട് തന്നെ നിൽക്കും. നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈം പെട്ടെന്ന് നമുക്ക് എടുത്തിട്ട് കുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. അതുപോലെ തന്നെയാണ് ഇഞ്ചിൻ്റെയും തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് സൂക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ സിബ്ലോ കവറിലോ ഏതെങ്കിലും കണ്ടെയ്നറിലോ എല്ലാം ആക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെയാണെന്ന് റെഡിയാക്കുന്നതെന്ന് കാണിക്കാം. ഇതും ഞാൻ പറഞ്ഞ പോലെ 1 വർഷം മുന്നേ 1-2 വർഷം മുന്നേ ചെയ്ത വീഡിയോ ആണ്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിക്ക് പറയുന്നതാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മൊത്തത്തിൽ അരച്ചെടുക്കുക. എന്നിട്ടിത് ഏതെങ്കിലും നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നെങ്കിൽ അങ്ങനെ സൂക്ഷിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെയും സൂക്ഷിക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അപ്പം ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള, അന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന്, ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള, ടേസ്റ്റിൽ ഒട്ടും കുറവ് വരാത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത്. ഒരുപാട് പേര് ചെയ്തിട്ട് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിന് കേട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കൂ. ഒരുപാട് പേര് ചെയ്തിട്ട് നല്ല റിസൾട്ടും പറഞ്ഞിട്ടുണ്ടായിന്. ഇതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ആദ്യം ആ ഒരു വെളുത്തുള്ളി പേസ്റ്റിൽ നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നതും കൂടി കാണിക്കാം. അപ്പോൾ ഇതാ ഞാൻ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്ന ട്രേയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സിബ്ലോ കവർ ഉണ്ടാവില്ലേ അതിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ വേണമെന്നുള്ളവർ ചെക്ക് ചെയ്തോ. ഇഞ്ചി ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കലാണ്. എന്നിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കലാണ്. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. എന്നാലാണ് കുറേ കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുക. അപ്പോൾ ഇതാ മൊത്തത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇഞ്ചി പേസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഐസ് ട്രേയിൽ ഞാൻ ഐസ് ഉണ്ടാക്കുന്ന ട്രേയിൽ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതും നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം കേട്ടോ. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഐസായി കഴിഞ്ഞാൽ ഓരോരോ ക്യൂബ്സ് ആക്കിയിട്ട് നമുക്ക് ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ സിബ്ലോ കവറിലോ സൂക്ഷിച്ചെടുക്കാനും പറ്റും കേട്ടോ. ഇതിപ്പം ഞാൻ നേരെ ഫ്രീസറിൽ വെച്ച് കൊടുക്കലാണ്. അപ്പം ഇതും നല്ല സിമ്പിളായിട്ട് നമുക്ക് പണികൾ തീരാനുള്ള ഒരു നല്ല ടിപ്പാണ് കേട്ടോ. വേഗത്തിൽ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം തുലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത സ്ട്രോബെറിയിലെ അത് നല്ലോണം ഐസായിട്ടുണ്ട്. ഇനിയിപ്പം വെജീസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അധികം നമ്മൾ മത്തൻ വത്തക്ക എന്ന് പറയും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുമ്പം പിന്നെ ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ലേ, അതില്ലാതിരിക്കാനും ആ ഒരു ഫ്രഷ്നെസ് പോകാണ്ടിരിക്കാൻ വേണ്ടിക്ക് നമുക്ക് നമുക്ക് ക്ലീൻ റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കിതുപോലെ എല്ലാ ഫ്രൂട്ട്സും വെജീസും ചെയ്തെടുക്കാം. ആ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടാവും ക്യാരറ്റിനെല്ലാം. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് പറയാം. നമുക്കിങ്ങനെ മീനെല്ലാം ഒരുമിച്ച് കിട്ടൂലേ, ഒരുമിച്ചുള്ള ദിവസം നമുക്കിങ്ങനെ ഒരുമിച്ച് ഒരു തടുപ്പയിൽ ഇട്ടിട്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിലേ എടുത്തിട്ട് ഓരോരോ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മളെ പണികൾ പകുതിയും തീരും കേട്ടോ. എല്ലാ വേസ്റ്റും ഒരുമിച്ചാക്കാനും പറ്റും. മീനെല്ലാം മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണികൾ തീരും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെയാണ് ചിക്കന് കഴുകിയിട്ട് ഇങ്ങനെ ബോക്സിലാക്കി വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടെയ്നറിലോ അല്ലാന്നുണ്ടെങ്കിൽ സിബ്ലോ കവറിലോ ആക്കിയിട്ട് വെക്കുക. ഞാനിപ്പോൾ ക്ലീൻ റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കലാണ്. ഇങ്ങനെ നമ്മൾ കഴുകിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കാനോ രാവിലെ എല്ലാം മടി പിടിച്ച ദിവസമെല്ലാം നല്ല ഈസി ആയിരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുക്ക് ചെയ്യല്ലേ വേണ്ടു. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് പറയാം. നമ്മൾ സ്നാക്സ് എല്ലാം റെഡിയാക്കാൻ വേണ്ടിക്ക് ചിക്കൻ ഇങ്ങനെ വേവിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ചിക്കനും കുറച്ച് വെള്ളം, ഗരം മസാല പൗഡർ, കുരുമുളക് ക്രഷ് ചെയ്തത്, പിന്നെന്താ സോയാ സോസ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ടാക്കി എടുക്കുക. ഇങ്ങനെ നമ്മൾ സിബ്ലോ കവറിലോ ബോക്സിലോ എല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യുമ്പം നല്ല ഈസി ആയിരിക്കും. ഇത് ഞാൻ കഴിഞ്ഞതോ അല്ല അതിന് മുമ്പുള്ള റമദാൻ്റെ ടൈം ആകുമ്പം കാണിച്ച വീഡിയോ ആണ്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിക്ക് ഷെയർ ആക്കിയതാണ് കേട്ടോ. ഇതെല്ലാം എൻ്റെ പഴയ വീഡിയോസാണ്. ഇത് പുതിയ വീഡിയോസൊന്നുമല്ല. ഞാൻ അതിൽ നിന്നെല്ലാം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസ് റെഡിയാക്കുന്നതും കൂടി ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന്. ബ്രെഡിൻ്റെ സൈഡ് ഭാഗം വേറെ തന്നെ ആക്കിയിട്ട് കട്ടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ള പോർഷനില്ലേ അതും ഞാൻ വേറെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും ഞാൻ സിബ്ലോ കവറിലോ ബോക്സിലോ ആക്കി വെക്കലാണ്. ഇങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞാലും നമുക്ക് പണികൾ നല്ല ഈസി ആയിരിക്കും. സ്നാക്സ് എല്ലാം റെഡിയാക്കുന്നവർക്ക് നല്ല ഈസി ആയിരിക്കും. ഇതൊരുപാട് പേര് ഈ ടിപ്സ് എല്ലാം ഫോളോ ചെയ്തിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്. വീണ്ടും എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിക്ക് ഞാൻ
വീണ്ടും വീണ്ടും പറയാൻ കാര്യം പുതുതായിട്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിക്ക് ഷെയർ ആക്കിയതാണ് കേട്ടോ. അവരൊന്നും പഴയ വീഡിയോസ് പോയിട്ട് കാണൂലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടി നിങ്ങൾക്ക് ഷെയർ ആക്കാമെന്ന്. അപ്പോൾ ഇതാ സിബ്ലോ കവറിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ആ ഒരു വെള്ള പോർഷനില്ലേ ബ്രെഡിൻ്റെ, ആ ഭാഗം ഞാനിത് ഒന്ന് ചൂടാക്കിയിട്ടാണ് ചെയ്യുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും ഗരം മസാല പൗഡറെല്ലാം ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് കോൺഫ്ലാക്സ് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്ക്. നമുക്കിപ്പം കട്ട്ലറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രെഡ് പോക്കറ്റ് എല്ലാം റെഡിയാക്കുമ്പം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കുവാൻ എന്താ പറയുക, ബ്രെഡ് ക്രംസ് എല്ലാം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മടി ഉണ്ടാവില്ല, പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിക്കും. എൻ്റെ മോക്കെല്ലാം കട്ട്ലറ്റെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിലെ വെള്ളം മൊത്തത്തിൽ വറ്റിച്ചെടുത്തിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. മറ്റേ ആ ഒരു സൈഡ് ഭാഗം കട്ടാക്കിയതില്ലേ, അത് ഞാൻ ചൂടാക്കിയിട്ടില്ല, അതുകൊണ്ട് നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. അപ്പം ബ്രെഡിൻ്റെ ഡേറ്റ് എല്ലാം നോക്കിയിട്ട് അങ്ങനെ സൂക്ഷിക്കുക കേട്ടോ. പിന്നെ ബ്രെഡിന് പകരം നമുക്ക് റസ്ക് പൊടിച്ചിട്ടും ഇതുപോലെ സെയിം ചെയ്തെടുക്കുക. റസ്ക് എല്ലാം ആകുമ്പം അതിൻ്റെ ഡേറ്റ് കുറച്ചും കൂടി ഉണ്ടാവില്ലേ, അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ബ്രെഡ് നമുക്ക് ഓവണിൽ വെച്ചിട്ട് റസ്ക് ആക്കിയിട്ടും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഓറഞ്ച് ജ്യൂസ് എല്ലാം അധികം കഴിക്കുന്നവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർക്ക് പറ്റിയ ടിപ്പാണ് ഇതും. ഞാൻ കഴിഞ്ഞ റമദാൻ്റെ ടൈം അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ കട്ടാക്കിയിട്ട് തൊലിയും അതിൻ്റെ കുരുവെല്ലാം ഉണ്ടാവില്ലേ, സീഡെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം കളഞ്ഞിട്ട് ഒരു ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ സിബ്ലോ കവറിലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് പെട്ടെന്ന് എടുക്കുക, നമുക്ക് ജ്യൂസാക്കി എടുക്കുക. നല്ല സിമ്പിളായിരിക്കും കേട്ടോ. പിന്നെ കറുത്ത പഴം, എന്താ പറയുക, തൊലി കറുത്ത പഴം, ഒരുപാട് പഴം ഉണ്ടാകുമ്പം നമ്മളത് വേസ്റ്റാക്കി കളയലുണ്ട്. അപ്പോൾ അങ്ങനെ കളയുന്നവർക്കുള്ള ഒരു ടിപ്പാണ്. നമ്മളിങ്ങനെ തൊലിയെല്ലാം കളഞ്ഞിട്ടില്ലേ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് ഷെയ്ക്കാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുപാട് നാൾ നമുക്കിതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇതും ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക. ഇതും ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഇതൊരു നല്ല ടിപ്പാണ്. അപ്പോൾ നമുക്കിത് എന്താ പറയുക, ഷേക്കാക്കിയിട്ട് മിക്സഡ് ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഷേക്കെല്ലാക്കൂലേ. ഇപ്പോൾ ഇതാ സ്ട്രോബെറിയും കുറച്ച് പഴമെല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പാലെല്ലാം ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഇത് ഷേക്കാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പം പഴം നല്ലോണം കറുത്ത് പോയിട്ട് എന്താ പറയുക മൊത്തത്തിൽ കളയുന്ന ഒരു ടെൻഷനിലുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്ക്. വലിയ പഴയില്ലേ നേന്ത്രപ്പഴം, അതും നമുക്കിതുപോലെ സെയിം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പം സ്പ്രിംഗ് ഓണിയനെല്ലാം നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് അധികമായി പോക്കില്ലേ, അങ്ങനെയുള്ളവർക്കുള്ള ഒരു ടിപ്പാണ്. ഇതിങ്ങനെ കട്ടാക്കിയിട്ടില്ലേ നമുക്ക് സിബ്ലോ കവറിലോ ബോക്സിലെല്ലാം ആക്കിയിട്ട് ഒരുപാട് നാൾ സൂക്ഷിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കിക്കോ. ഇനിയിപ്പം അടുത്ത ടിപ്പ് പറയാം. സെയിം നമ്മൾ ഗ്രീൻ പീസ് കടല ചെയ്തിട്ടില്ലേ, അതുതന്നെയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഴയ വീഡിയോയിൽ ചെയ്ത കാര്യമൊന്ന് കാണാത്തവർക്ക് എനിക്ക് ഷെയർ ആക്കിയതാണ്. ഇതുപോലെ കടല കുതിർത്തെടുക്കുക കേട്ടോ. ഗ്രീൻ പീസ് കടലയും പിന്നെന്താ ഒരു വെള്ളക്കടലില്ലേ, അതെല്ലാം ഞാൻ കുതിർത്ത് വെക്കുന്നുണ്ട്. നമുക്ക് കറുപ്പ് കടല ഉണ്ടാവില്ലേ, അതും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുതിർത്ത് വെക്കാം. എന്നിട്ട് കുതിർന്ന് വന്ന കടല ഡയറക്റ്റ് നമുക്ക് ബോക്സിലാക്കി വെക്കാം. ഇതിപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, വേവിച്ചെടുക്കലാണ് കേട്ടോ. വേവിച്ചിട്ട് തണിഞ്ഞ് കഴിഞ്ഞാലില്ലേ ഇത് നമുക്ക് ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ സിബ്ലോ കവറിലോ സൂക്ഷിക്കാം കേട്ടോ. പിന്നില്ലേ കഴിഞ്ഞ വർഷം ഞാൻ ഈ വീഡിയോ ചെയ്തേരം ഒരുപാട് പേര് ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ടായിന്. കാര്യം എന്താ പറയുക, ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്. ഇപ്പം നല്ല ഈസിയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് ഗ്രീൻ പീസ് എല്ലാം വേവിക്കുമ്പോൾ ഫ്രീസറിൽ സൂക്ഷിക്കുമ്പം. അപ്പം തണിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം ഇങ്ങനെ സൂക്ഷിക്കുക കേട്ടോ. ഇതും നല്ല ടിപ്പാണ്, പണികൾ നല്ല ലാഭമാവും. പിന്നെ നല്ല നല്ല തിരക്കിലുള്ള ജോലിക്കെല്ലാം പോകുന്ന സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് കേട്ടോ ഞാനിപ്പം ഷെയർ ആക്കിയ. ഇനിയിപ്പം തേങ്ങയില്ലേ, നമ്മൾ തേങ്ങ കൊത്തിയിട്ട് ബാക്കി തേങ്ങ ഉണ്ടാവില്ലേ, ഉപയോഗിച്ച ബാക്കി തേങ്ങ, അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങൻ്റെ മുകൾ ഭാഗത്തെല്ലാം ഒരു കളറെല്ലാം മാറിയിട്ട് ഭയങ്കര ഹാർഡായി പോക്കില്ലേ, പിന്നെ ചിരകുമ്പം ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ലല്ലോ. അപ്പം ഇത് ഞാൻ ഇപ്പം കണ്ടുപിടിച്ചൊരു ടിപ്പാണ്. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ആദ്യം കുത്തിയപാടുള്ള തേങ്ങൻ്റെ ആ ഒരു ഫ്രഷ്നെസ് തന്നെ ഉണ്ടാവും. ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കാര്യവും പിന്നെ ബെഡ്ഷീറ്റിൻ്റെ കാര്യവും നിങ്ങൾ മറക്കണ്ട. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ടിൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കാം. വേണമെന്നുള്ളവർ എന്തായാലും ചെക്ക് ചെയ്തോ കേട്ടോ.